ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുക ഇപ്പോൾ നമ്മളെ അമ്മേട്ട് അവിടെ ഇരിക്കണം, പക്ഷേ അവിടെ അത്ര ക്ലിയർ ഇല്ല, അതുകൊണ്ട് അങ്ങനെ കാണുന്നുള്ളൂ. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ചെറുപ്പം തൊട്ടുള്ള ഒരാഗ്രഹം, അത് നമ്മൾ നേടിയെടുത്തു. അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ, അതൊന്ന് പറയാൻ വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാൽ. അതാർക്കെങ്കിലും അതുപോലെ മനസ്സിലൊരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾ നേടിയെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ കൂട്ടുകാർ, നമ്മൾ ചെറുപ്പം തൊട്ട് നമ്മളോട് ഇങ്ങനെ കൂട്ടുകാരും അതേപോലെ ടീച്ചേഴ്സൊക്കെ നമ്മളിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന്, പണ്ടൊക്കെ പറഞ്ഞാൽ DPPയോ അങ്ങനെന്തോ ഒരു പരിപാടി തന്നെയല്ലോ, ചർച്ച ചെയ്തിട്ടാണ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യട്ടോ. 4 ഗ്രൂപ്പെല്ലാം ആക്കി ഒന്നിച്ചിരുന്നിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരു ദിവസം ടീച്ചർ ചോദിച്ചു, ഗ്രൂപ്പാക്കി ഇരുന്നപ്പോൾ ഓരോ ഗ്രൂപ്പത്തോലെ എണീപ്പിച്ച് നിർത്തിയിട്ട് നിങ്ങൾക്ക് ആരാവാൻ ആഗ്രഹം. അവിടെയാണ് നമ്മളെ മനസ്സിൽ പൂ മുട്ടിട്ടത് അറിയില്ല അതുപോലെ. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഇങ്ങനെ പറയുന്ന ഇതാവാൻ ആഗ്രഹം, അങ്ങനെ ടീച്ചർ, പോലീസ്, അങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടോ. അപ്പം നമ്മളെ മനസ്സിൽ ഒരാഗ്രഹം പോയിട്ട് വന്നു. അങ്ങനെ ടീച്ചർ എന്നൊരു സ്വപ്നം അവിടുന്ന് വന്നു കേട്ടോ. ആ ടീച്ചർ ആവാൻ ആഗ്രഹം, പക്ഷേ പുറത്ത് പറയാനും നമുക്കത് നേടിയെടുക്കാനുള്ള ഇതുണ്ടോയെന്നുള്ളൊരു ഇതിൽ മിണ്ടാണ്ടിരുന്നു. മനസ്സിലൊരാഗ്രഹം ടീച്ചറിന്, പക്ഷേ അതിനുള്ള പൈസയും കാര്യങ്ങളും, ഒരു ടീച്ചറിന് തന്നെ കുറേ പഠിക്കാൻ നമുക്ക് കഴിയും, പക്ഷേ അതിനുള്ള ചിലവ് വഹിക്കാനും ഇതിനൊന്നൊരു ഇതില്ലല്ലോ, മാർഗ്ഗമില്ലല്ലോ. ഒരാളോട് എത്രയും നമ്മൾ ചോദിക്കാൻ. ഞാൻ ടീച്ചറോടൊന്നും പറയാതെ അങ്ങനെ ഇരുന്നു കേട്ടോ. അങ്ങനെ 4ാം ക്ലാസ്സിൽ ആ ഒരു ചോദ്യം മനസ്സിലെന്നും തട്ടി. ഇന്നും ആ ഒരു ചോദ്യം എപ്പോഴും ഓർമ്മ വരും, ടീച്ചർ ചോദ്യം. അങ്ങനെ അവിടെ ആ ഒരു മനസ്സിലൊരു ഇതുണ്ടല്ലോ, ഒരു ലക്ഷ്യം ടീച്ചർ എന്നല്ലേ, അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് പോകുന്നു. അങ്ങനെ നമ്മൾ 4 കഴിഞ്ഞ് 5ക്ക് ജയിച്ചു. 5, 6, 7, 8, 9, 10 കഴിഞ്ഞ് 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബേജാറ് മനസ്സിൽ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, എവിടെ പഠിക്കും. അങ്ങനെ പിന്നെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വേണേൽ അവിടെ ഇവിടെയൊക്കെ പോയി +1ഉം +2ഉം പഠിച്ച കുട്ടികളൊക്കെ എന്നാൽ നമുക്ക് കൊടുക്കണം, അപ്പോൾ കിട്ടും, അങ്ങനെയെല്ലാം അറിയാം. ഇതാരും ഇല്ലാത്തത് കാരണം നമുക്ക് അറിയൊന്നും ചെയ്തില്ല. ഇങ്ങനെ സ്കൂളുകളിൽ എഴുതി കൊടുക്കണം എന്നാലേ കിട്ടുള്ളൂ എന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്ത് അങ്ങനെ നേരം വൈകിയ കാരണം ഞങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാനൊന്നും കഴിഞ്ഞില്ല, അങ്ങനെ കിട്ടിയതുമില്ല. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് സ്ഥാപനമായ ഐഡിയൽ കോളേജ് ഉണ്ട് ഇവിടെ തിരൂർക്കാട്, അതിലാണ് നമ്മൾ +2 പഠിച്ചത് കേട്ടോ. അങ്ങനെ +1ഉം +2 അവിടെ പഠിച്ചു. +2ൽ ഒരു വിഷയം പോയി, അത് എഴുതിയെടുത്തു. എന്നാലും നമ്മൾ തോൽക്കും, അതാണ് വിജയത്തിൻ്റെ പിന്നിലുള്ള ഒരാൾ. നമ്മൾ പല പ്രാവശ്യം നേടണം എന്ന് കരുതിയ എന്തെങ്കിലും കിട്ടുന്നതിന്. ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾ കാല് വെച്ച് നടക്കുമല്ലോ, ഒരു നടക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്, പക്ഷേ ഒരു വീണ്ടും നമ്മൾ ഓലെ പിടിച്ച് നടത്തും, അല്ലെങ്കിൽ ഒരു സ്വയം എണീച്ച് നടക്കും. അങ്ങനെ ആ ഒരു ഉദാഹരണമാണ്. കാരണം ഒന്ന് നേടണം എന്ന് വെച്ചാൽ നമ്മളതിന് ശ്രമിക്കുക തന്നെ ചെയ്യും. ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ +2 കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഡിഗ്രി എന്നൊരു ഇതുണ്ടല്ലോ. +2 കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇനി എന്ത് ചെയ്യും, അപ്പോഴാണ് ഡിഗ്രി 3 വർഷം ഉണ്ടല്ലോ. അങ്ങനെ ചേർന്ന് 3 വർഷം അതും കഴിഞ്ഞിട്ട് എന്നുള്ള ചിന്ത. അപ്പോഴും നമ്മളെ മനസ്സിലെന്തുണ്ട്, നമ്മളെ ടീച്ചർ എന്ന പോസ്റ്റ് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതിലൊരു മാറ്റമൊന്നുമില്ല. പക്ഷെ എന്നാൽ ആരോടും പറയാനും വയ്യ, ആ ഒരു സ്ഥിതിയാണ്. കാരണം ടീച്ചറാണ്, TTCക്ക് പോകാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ വേണം, കുറേ വേണമല്ലോ പൈസ. അപ്പോൾ ആരോടും പറയാനും പറ്റില്ല. TTCക്ക് പഠിക്കാറിനാൽ അവിടെ കിട്ടുന്നത് വേറെ, പിന്നെ നമ്മളെ ചാർട്ടും അതും ഇതും സാധനങ്ങൾ വാങ്ങുന്നത് വേറെ. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ ഡിഗ്രി എന്നുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. മനസ്സിൽ ആ ഒരു പോസ്റ്റിനെ മാറ്റി വെച്ചിട്ടില്ല, എന്തെങ്കിലും ചെയ്യാലോ ഇത്. അങ്ങനെ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ കുഴപ്പമില്ല കഴിഞ്ഞ് സെക്കൻഡ് ഇയറിൽ നമുക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ആ ചിക്കൻ ബോക്സ് മക്കളായിട്ട് ഇന്നേ വരെ ആ കുഴി തീർന്നില്ല. ഇതെന്തിനറിയോ, പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഈ ഒരാൾ മാത്രം ഉണ്ട്, അതിൻ്റെ മുഖത്ത് ഇവിടെ ഒരു കറുത്ത വര ഇങ്ങനെ മുറിയായിക്കൊണ്ട്, ബാക്കി എല്ലായിടത്തും മാഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ ഇതൊന്നിനും ഇങ്ങോട്ട് പറിച്ചിട്ട് കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയൊന്നുമില്ല, എക്സാമിന് പോവാതി കണ്ട് അതങ്ങ് പറിച്ചിടാൻ നോക്കി. പക്ഷേ മുറിയാവും ചെയ്ത്. അങ്ങനെ എക്സാം ആണെങ്കിൽ അത് എഴുതിയതും ഇല്ല കേട്ടോ.
അങ്ങനെ സെക്കൻഡ് ഇയർ അങ്ങനെ പോയി. തേർഡ് ഇയറിൻ്റെ കൂടെയാണ് പിന്നെ അടുത്തായിട്ട് ഒന്നിച്ച് എഴുതിയ. അങ്ങനെ അതിലും 2-3-4 ബാലൻസ് വന്നു. ഇനി അപ്പോൾ വെക്കേഷൻ ആയല്ലോ, ഇനി എന്ത് ചെയ്യും? വെക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു വർഷത്തെ എന്തായാലും എഴുതിയെടുക്കാനുണ്ട്. അതിലിനിപ്പോൾ ഏതൊക്കെ കിട്ടുകയെന്നറിയില്ല, എന്തൊക്കെയൊക്കെ പാടൊരു ടെൻഷൻ. എന്നാലും നമ്മളെ മനസ്സിലൊരാഗ്രഹം വേറെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണെങ്കിൽ പാസ്സാവുകയാണെങ്കിൽ നമുക്ക് ഇനി എഴുതിയെടുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഇത്, വെക്കേഷനല്ലേ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്നത്. അങ്ങനെ എളാപ്പ കമ്പ്യൂട്ടറിന് ചേർത്ത് കേട്ടോ. തിരൂർക്കാട് അങ്ങാടിയിൽ അക്ഷയ എന്നൊരു കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായി, അവിടെ 2 മാസത്തെ കോഴ്സിന് ചേർത്ത്. അപ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയായി, കമ്പ്യൂട്ടറല്ലേ അപ്പോൾ നമുക്ക് അവിടെ പോയി പഠിക്കാമല്ലോ, വെറുതെ വീട്ടിലിരിക്കണ്ടല്ലേ എഴുതി. അങ്ങനെ നമ്മൾ അവിടെ പോയി പഠിച്ചു. 2 മാസം കഴിഞ്ഞ് സ്കൂൾ തുറക്കഴിഞ്ഞ് പിന്നെ ഡിഗ്രി അല്ലേ, ഇനി നമ്മൾ എന്തെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണമല്ലോ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ നടക്കണം. അപ്പോഴാണ് എന്ത് സംഭവിച്ചേ, നമ്മളെ കമ്പ്യൂട്ടർ സെൻറ്ററിൽ 2 മാസത്തെ കോഴ്സും കഴിഞ്ഞ് നമ്മളെ സർട്ടിഫിക്കറ്റ് തരാൻ സമയത്തേക്കാണ് നമ്മളൊരു അസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, അവിടുത്തെ ടീച്ചർ പറഞ്ഞു അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ഡിഗ്രി കഴിഞ്ഞ പാടിൽ ഞാൻ ഈ വെക്കേഷൻ ടൈമിലൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ പേപ്പർ നോക്കും. അങ്ങനെ ഒരു ദിവസം പേപ്പർ നോക്കുമ്പോൾ തടഞ്ഞു നമ്മളെ ഒരു പോസ്റ്റിങ്, ടീച്ചർ പോസ്റ്റിന് മനസ്സിലുദ്ദേശം. പക്ഷേ അന്ന് എങ്ങനെയെങ്കിലും പിന്നെ പൈസ വേണം, പഠിക്കണം, ആ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ പൈസ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ഹോസ്പിറ്റലിൽ ഒരു അസിസ്റ്റൻറ്റ് ട്രെയിനിങ് പോസ്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ കരുതി അതിന് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് പഠിക്കാമല്ലോ, അങ്ങനെ ഒരു മനസ്സിൽ ചെറിയൊരു ലക്ഷ്യം വന്നു. അങ്ങനെ ഞാൻ അസിസ്റ്റൻറ്റ് ട്രെയിനിങ് പോസ്റ്റിന് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് പോയി, അവിടെ കിട്ടുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഹോസ്പിറ്റലല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മൾ OPയിലൊക്കെ നിന്ന് പേരെല്ലാം വിളിച്ച്, അതേപോലെ വാർഡിൽ കൂടി പോയി പ്രഷർ ഷുഗർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെ ഹെൽപ്പിംഗ് ആയിട്ട് അങ്ങനെ പോയിട്ട് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആയിട്ടും 6 മാസം കഴിഞ്ഞപ്പോൾ നെയ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഭയങ്കര ഗതികേടാണ്, ഉറക്ക് കളയുന്ന ഒരു പരിപാടിക്ക് നമ്മൾ കിട്ടില്ല, ഉറക്കങ്ങ് പോവുമല്ലേ. പിന്നെ രാവിലെ വരും, നെയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ രാവിലെ വരും, പിന്നെ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേനും പോകണം. അങ്ങനെ പോകുമ്പോൾ 2 മാസമൊക്കെ നെയ്റ്റ് ഇട്ടപ്പോൾ വലിയ കുഴപ്പമില്ല. 3-ാമത്തെ മാസമൊക്കെ ആയപ്പോൾ പിന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ വാർഡിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മൾ അമ്മമാർക്കത്തെ ഇതിലായപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഫീൽ, കാരണം എന്തോ ഭയങ്കര ഇടങ്ങാറായിട്ട് തോന്നി. അപ്പോൾ പിന്നെ അവിടുത്തെ നേഴ്സുമാർ ഒത്തിരിയും പഠിച്ചിട്ട് എന്തിനാ ഈ പണിക്ക് വരുന്നതെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ എനിക്ക് അതിലേറെ സങ്കടം കേട്ടോ, ഇത്രയും ഞാൻ പഠിച്ചിട്ടല്ലോ, ഓല് പറയുന്നത് ശരിയാണല്ലോ, ഓല് എന്തിനാ ഈ അസിസ്റ്റൻറ്റ് ട്രെയിനിങ് ആയിട്ട് എനിക്ക് വേറെ എന്തെല്ലാം കോഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിച്ചാൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി ആവുമല്ലോ എന്നെല്ലാം പറയും. PSC അല്ലേ ഇത് അങ്ങനെയെല്ലാം പറയട്ടോ. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലായി ഞാൻ BSc ചെയ്തേന്ന് നമുക്ക് കിട്ടൂല, അങ്ങനെയൊക്കെ ഒരു ഇതേനു കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല. അപ്പോൾ പിന്നെ അവിടെ ഞാൻ പോണില്ലായിരുന്നു നിർത്തിയപ്പോൾ അപ്പോഴാണ് വേറൊരു സംഭവം. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വെക്കേഷൻ 2 മാസം കമ്പ്യൂട്ടറിന് പഠിച്ച്, ആ കമ്പ്യൂട്ടറിന് പഠിച്ച ആ ഒരു ഇത് വെച്ചിട്ടാണ് എന്നോട് അസർ സ്കൂളിലൊരു ടീച്ചറുണ്ട്, എൻ്റെ അധിക ടീച്ചർ, ഏതായാലും കമ്പ്യൂട്ടർ പഠിച്ചതല്ലേ, എനിക്കിവിടെ ക്രോമിയിൽ ഒരു ഒഴിവുണ്ട്, ടീച്ചർ ഒഴിവുണ്ട്, ഈ അവിടെ ഒന്ന് കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതായാലും കമ്പ്യൂട്ടർ 2 മാസം പഠിച്ചിട്ടുള്ളൂ, ഇല്ല പഠിപ്പ് വെച്ചിട്ടുന്നാൽ അങ്ങനെ 2 മാസം പഠിച്ചതല്ലേ, അതിൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ച്, ആയിക്കോട്ടെ ഞാൻ കയറാറുണ്ട്. അങ്ങനെ ഞാൻ കയറി. അത് നമ്മൾ പഠിച്ചത് തന്നെ ഉള്ളൂ, അത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി കുട്ടികൾക്ക്, പിന്നെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോന്നും പറഞ്ഞിട്ടോ ടീച്ചർ. അപ്പോൾ ഞാൻ കരുതി അങ്ങനെ തന്നെയല്ലേ എല്ലാവരും പഠിച്ചെടുക്കുക. ഞാൻ അങ്ങനെ കയറി. അങ്ങനെ 2 മാസം നല്ല കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ക്രോമയിൽ 200 സംതിങ് കുട്ടികൾ എൻ്റെ അടുത്ത് വരും ഏകദേശം. രാവിലെ ഉച്ചക്ക് ഒരു ഒഴിവുണ്ടായില്ല. 2 മാസം വെക്കേഷൻ ടൈമല്ലേ, നല്ല കുട്ടികൾ വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നല്ല ഉഷാറായിട്ട് 2 വർഷം കൊണ്ടിടന്നിട്ടുണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഉമ്മച്ചിത് പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ കൂട്ടുകാരെ ഞാനിതാ കമ്പ്യൂട്ടർ സെൻറ്ററിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് പിന്നെ സ്കൂളെല്ലാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പൊതുവേ കുറയും. പിന്നെ ഈ കമ്പ്യൂട്ടർ പഠിച്ചെടുക്കാൻ ആഗ്രഹമില്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഈ അത്യാവശ്യം വേണ്ട ആൾക്കാർ മാത്രം കുറവായി. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ രാവിലെ മാത്രമേ ആക്കാം, ഉച്ചയ്ക്ക് ശേഷം എന്നാൽ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചെന്നാൽ ഞാൻ ട്രെയിനിങ്ങിന് പോട്ടെ, ഉച്ചയ്ക്ക് ശേഷം ഞാൻ ക്ലാസ്സിന് പോട്ടെ, പിന്നെ കുട്ടികളുള്ള സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട്
വരാമെന്നല്ല അപ്പോൾ സാറേ ആയിക്കോട്ടെ പഠിക്കാൻ പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ TTCക്ക് ചേർന്നു. എന്ത് പ്രീ പ്രൈമറി TTC അതിന് ചേർന്നു. അത് കുഴപ്പമൊന്നുമില്ലാതെ 1 വർഷം കംപ്ലീറ്റ് ആയി. 1 വർഷത്തെ ട്രെയിനിങ് കോഴ്സ് ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആക്കിട്ടോ. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ എന്തൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി നേടിയെടുത്ത ഡിഗ്രി കഴിഞ്ഞ് നഴ്സറി ടീച്ചർ പോസ്റ്റിൻ്റെ TTCയും കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നഴ്സറി ടീച്ചർ പോസ്റ്റും പാസ്സായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അസർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 1 വർഷം വർക്ക് ചെയ്തു കേട്ടോ ടീച്ചറായിട്ട്. അപ്പത്തിന് നമ്മളെ ടീച്ചർ എന്ന സ്വപ്നം പൂവിട്ടത് വിടർന്നു വന്നു. നമ്മൾ നഴ്സറി ടീച്ചർ പോസ്റ്റിൽ ജോലിയായി. അപ്പോൾ കൂട്ടുകാർ അടുത്ത വീഡിയോയിൽ പറയട്ടോ ബാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ നഴ്സറി ടീച്ചർ ജോലി കിട്ടിയ അതുവരെ സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി തുടർന്ന് നമുക്ക് ഗവൺമെൻറ് ജോലി എങ്ങനെ കിട്ടിയെന്നില്ലും കൂടി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ബായ്. അപ്പത്തിന് കുഞ്ഞുമാവ നീച്ചു. അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബായ്.